Hey guys, Assalamu alaikum. Welcome back to a new video of Jazira's journey. അപ്പോൾ ഇന്ന് റമളാൻ്റെ രണ്ടാമത്തെ ദിവസം, രണ്ടാമത്തെ നോമ്പ്. അതാണ് ഈ വ്ളോഗ്. ഇന്ന് ഫുള്ളായിട്ട് സുഹർ തൊട്ട് നോമ്പ് തുറക്കൽ വരെ ഈ വ്ളോഗിലുണ്ട്. അപ്പോൾ രാവിലെ നേരത്തെ സുഹറിനുള്ള പ്രിപ്പറേഷൻസാണ്. ഇന്ന് ജസ്റ്റ് ദോശ, ചട്നി അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് അവിടെ നടക്കുന്നത്. ഇക്കാക്ക് ദോശയും ചട്നിയും, പിന്നെ ഇന്നലത്തെ കുറച്ച് ജ്യൂസസും, പിന്നെ എനിക്ക് വന്നിട്ട് കട്ട് ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഈ ത്രൂ ഔട്ട് ദ ഡേ കുറച്ച് ഹൈഡ്രേറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഫില്ലിംഗ് ആയിട്ടുള്ളൊരു ഫീലും ഉണ്ട്. സോ കട്ട് ഫ്രൂട്ട്സും ഈ ഹോട്ട് വാട്ടറും അത് മസ്റ്റാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഖുർആൻ ഓതിയിട്ടിരുന്നു. ഓതലൊക്കെ കഴിഞ്ഞിട്ട് നിസ്കരിക്കാനായിട്ട് നിന്നു. ഇന്ന് സഹറിന് ഒരാളും കൂടി ഉണ്ട് കേട്ടോ നോമ്പ് വയ്ക്കാൻ. അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് നേരം ഒരു 6-6:30-7 മണി വരെ ഖുർആൻ ഓതിയിട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം പോയി കിടന്നുറങ്ങി. പിന്നെ ഒരു 10:30-10:45 എണീച്ചിട്ട് നെയ്ഹാക്ക് ഭക്ഷണം കൊടുത്തു. പിന്നെ കുറച്ച് ക്ലീനിങ് പരിപാടികൾ, പിന്നെ നെയ്ഹാക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കി. അപ്പോൾ എല്ലാവരുടെയും റമളാനൊക്കെ നോമ്പൊക്കെ എങ്ങനെയാണ് പോകുന്നതെന്നൊന്ന് കമൻറ്റിൽ പറയണേ. പിന്നെ കുളിച്ച് വന്ന് ളുഹർ നമസ്കരിച്ചിട്ട് കുറച്ച് സ്കിൻ കെയറൊക്കെ കഴിഞ്ഞിട്ട് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കൊണ്ട് വൈകുന്നേരത്തേക്ക് ക്രീമി സമൂസയും പിന്നെ ചിക്കൻ വറുത്തരച്ച കറിയും നെയ്പ്പത്തലും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതാണ് ഇന്നത്തെ ഡിന്നർ, റമളാൻ സ്പെഷ്യൽ. അപ്പോൾ നെയ്ഹാക്ക് ബീട്രൂട്ട് കൊണ്ടിട്ടുള്ളൊരു റൈസ് ഉണ്ടാക്കിയത്, അത് കണ്ടത് കണ്ടോ. പിന്നെ അവൾക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്തു വന്നതിന് ശേഷം ചിക്കൻ കഴുകി ഗ്രേവിക്കുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു. അത്രയ്ക്ക് സ്പെഷ്യലായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു വറുത്തരച്ച ചിക്കൻ ഗ്രേവി. നന്നായിട്ടുണ്ടായിരുന്നു ടേസ്റ്റ്. മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഖുർആനും ഓതി ളുഹറും നമസ്കരിച്ചിട്ട് വീണ്ടും അടുക്കളയിലേക്ക് കയറി വൈകുന്നേരത്തേക്കുള്ളതൊക്കെ ഉണ്ടാക്കാൻ. 5 മണിയായി. അപ്പോൾ ഒരു 1.5 മണിക്കൂർ കൊണ്ട് എല്ലാം ഉണ്ടാക്കണം. സോ ആദ്യം തന്നെ പരിപ്പ് പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെള്ളം ഊറ്റാനായിട്ട് വെച്ചു. എന്നിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഷാലറ്റ്, ഉള്ളി, അതായത് ചെറിയുള്ളി ഒക്കെ പുറത്തെടുത്ത് വെച്ച്, പിന്നെ ചിക്കൻ വേവിക്കാനിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഷെസ്വാൻ ക്രീമി ചിക്കൻ സമൂസേൻ്റെ റെസിപ്പി കണ്ടാലോ? വാ കാണിച്ചു തരാം. ആദ്യം പാനിലേക്ക് ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് 1 കപ്പ് ഓണിയൻ,
ഓണിയൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ക്യാപ്സിക്കവും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് രണ്ടും കൂടിയിട്ട് 1 ടേബിൾ സ്പൂൺ. ഞാനിവിടെ ഹാഫ് ടേബിൾ സ്പൂൺ ഓഫ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ 1 ടേബിൾ സ്പൂൺ. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓഫ് മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഓഫ് ചില്ലി പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായി സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഷ്രെഡ് ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് യോജിപ്പിക്കുക. ഞാനിവിടെ എടുത്തേക്കുന്നത് ഷെസ്വാൻ്റെ വോക്ക് ടോക്കിൻ്റെ പേസ്റ്റാണ്. അതൊരു 4 ടേബിൾ സ്പൂൺ. നിങ്ങൾ എത്രയാണ് ക്വാണ്ടിറ്റി എടുക്കുന്നത് അത്രയ്ക്ക് 4 ടേബിൾ സ്പൂൺ ഓഫ് ഷെസ്വാൻ സോസ് ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ക്രീമി സമൂസ ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് കുക്കിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. അത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. ഇപ്പോൾ അത്യാവശ്യം ക്രീമിയൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് ഒരു ബൗളിലേക്ക് ആക്കി വയ്ക്കുക. എന്നിട്ട് സമൂസ ഷീറ്റ്സിൽ അത് ഫില്ല് ചെയ്തിട്ട് മൈദ കൊണ്ട് അത് സീൽ ചെയ്യുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്വീറ്റ്സിൻ്റെ സമൂസ ഷീറ്റ്സാണ്. സമൂസാസൊക്കെ റോൾ ചെയ്തതിന് ശേഷം അത് നല്ല ചൂട് എണ്ണയിൽ പൊരിച്ചെടുക്കാം. ആവശ്യമുള്ളത് മാത്രം ഇപ്പോൾ പൊരിച്ചെടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ഒരു 2-3 ദിവസത്തേക്ക് അത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ക്രീമി സമൂസ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടിയിലേക്ക് കടന്നു. ചിക്കൻ ഗ്രേവി വയ്ക്കാനായിട്ട് നിന്നു. അതിനായിട്ട് ആദ്യം വറുത്തരച്ച മസാല ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങയും ജീരകവും മല്ലീൻ്റെ സീഡ്സും പിന്നെ കുരുമുളക്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, വലിയ ജീരകം, ഉള്ളി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ വടയ്ക്കുള്ള പ്രിപ്പറേഷൻസാണ്. വട മസ്റ്റാണ് കേട്ടോ. എനിക്ക് എന്തുണ്ടെങ്കിലും കുഴപ്പമില്ല, എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് വട വേണം. സോ വടയ്ക്കുള്ള പ്രിപ്പറേഷൻസാണ്. വടയ്ക്കുള്ള പ്രിപ്പറേഷൻസും കഴിഞ്ഞ് വറുത്തരച്ച മസാലയും മാറ്റി വെച്ച് ചൂടാറായിട്ട് മാറ്റി വെച്ചിട്ട് ഞാനിവിടെ ഗ്രേവിക്കുള്ള പ്രിപ്പറേഷൻസാണ്. വടയൊക്കെ പൊരിച്ചെടുത്തു. വറുത്തരച്ച മസാല അരച്ചിട്ട് പേസ്റ്റാക്കിയത് ആദ്യം ആഡ് ചെയ്തിട്ട് പിന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും ആഡ് ചെയ്തിട്ട് അത് ഞാൻ അടച്ചു വെച്ചു, സിമ്മിലാക്കി വെച്ചു, സ്ലോ ആയിട്ട് കുക്കാവട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും നോമ്പ് തുറക്കാനുള്ളൊക്കെ സമയമൊക്കെ ആയി. അപ്പോൾ കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചതിന് ശേഷം ഞാൻ എടുത്ത സാധനങ്ങളൊക്കെ എടുത്തവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ നോമ്പ് തുറക്കാൻ എല്ലാം കൊണ്ടുവച്ചു. ഒറ്റയ്ക്കാണ് കേട്ടോ, ഇന്ന് ഇല്ല, കടയിൽ നിന്ന് വരാൻ പറ്റിയില്ലായിരുന്നു. സോ ഒറ്റയ്ക്ക്. അതുകൊണ്ട് ഞാൻ അധികം ജ്യൂസൊന്നും അടിച്ചില്ല, അധികം ഫ്രൂട്ട്സൊന്നും കട്ട് ചെയ്തില്ല, കുറച്ച് മാത്രം. ഈ എണ്ണക്കടികളൊന്നും ഞാൻ ഫുള്ളൊക്കെ കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഒറ്റയ്ക്കല്ലല്ലോ, എൻ്റെ കൂടെ നെയ്യുണ്ടല്ലോ. അപ്പോൾ നോമ്പൊക്കെ തുറന്ന് ഫസ്റ്റ് കാരക്കയും കഴിച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ നന്നാരി സർവത്തൊക്കെ കുടിച്ചിട്ട് ഫ്രൂട്ട്സൊക്കെ കുറച്ച് കഴിച്ചതിന് ശേഷം ഞാനുണ്ടാക്കിയ എണ്ണക്കടികളൊക്കെ ഒന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് സമൂസ എടുത്ത് കഴിച്ച് നോക്കുകയാണ്. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉള്ളിൽ ഭയങ്കര ക്രീമി ആയിട്ട് നന്നായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ ഇടാവേ, ഇത് നോക്കി, ക്രീമി അല്ലേ. ഇത് ഇഷ്ടമായാൽ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻസിൽ ഫീഡ്ബാക്ക് അറിയിക്കണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അവിടെ ഇങ്ങനെ കഞ്ഞി കിട്ടും, നോമ്പ് കഞ്ഞി പറഞ്ഞിട്ട്. ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലും കിട്ടും, എന്നെ കെട്ടിച്ചു കൊടുത്ത നാട്ടിലും കിട്ടും. അതിനാണ് ഞാൻ പരിപ്പാട്ട് ഉണ്ടാക്കൽ. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം മഗ്‌രിബ് നിസ്കരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി നിന്നിട്ട് അപ്പോൾ നേഹാക്ക് ഡാൻസ് കളിക്കണം എന്നൊരു ആഗ്രഹം. മമ്മി ഡാൻസ് കളിക്കാം. അപ്പോൾ കുട്ടീൻ്റെ കൂടെ ഒന്ന് ഡാൻസ് കളിച്ചു. പിന്നെ നെയ്പത്തലിനുള്ള പ്രിപ്പറേഷൻസാണ്. അതൊക്കെ വേഗം ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവിടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ഇത്തിരി മെസ്സി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രമൊക്കെ കഴുകി വെച്ച് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഇതാണ് നമ്മുടെ നെയ്പത്തലും വറുത്തരച്ച ചിക്കൻ ഗ്രേവിയും. എങ്ങനെയുണ്ട്? കാണാൻ മൊഞ്ചായിട്ടില്ലേ?
അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ ഡിന്നർ കഴിച്ച്. നെയ്പ്പത്തലും ചിക്കൻ ഗ്രേവിയും അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ ഗ്രേവി നന്നായിട്ടുണ്ടായിരുന്നു, അത് എരിവൊന്നും ഇല്ലാണ്ട് മൈൽഡായിട്ട് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് 10 മണിയായി. നമ്മൾ കിടന്നുറങ്ങാൻ പോവുകയാണ്. രാവിലെ നേരത്തെ എണീക്കേണ്ട തഹജ്ജുദിന്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.